അപ്പൊ റിയ വൺ ഓഫ് ദ ഹൈലൈറ്റ് ആണ് ഈ പടത്തിന്റെ. അത് നിങ്ങൾ പടം കണ്ടാൽ മനസ്സിലാവും. റിയ ആഫ്റ്റർ ദിസ് മൂവി ടോക്ക് ഓഫ് ദ ടൗൺ റിയ ആവാനുള്ള ചാൻസ് ഹൈ ആണ്. ഇനി ദ അൾട്ടിമേറ്റ് പെർഫോമർ നിവിന് ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ആക്കി സത്യം പറഞ്ഞു കേട്ടു, ലാലേട്ടനും ഒക്കെ ഉള്ള പോലെ ഒരു നാച്ചുറൽ ആയിട്ട് കോമഡി കൈകാര്യം ചെയ്യുന്നതിൽ, അതായത് കോമഡി ചെയ്യുമ്പോൾ ലൗഡ് അല്ലാണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസിൽ ചിരി വരുത്തുക. അത് ജെനുവിൻ ആയിട്ട് നമുക്ക് ചിരി വരും. അത് രക്ഷയില്ല. ഒരു സീനിലൊക്കെ ഞാൻ ഇങ്ങനെ എനിക്ക് ബോഡി ഇളകി ചിരിക്കാന്ന് പറയില്ലേ, അങ്ങനത്തെ ചില സാധനങ്ങൾ നമ്മുടെ നിന്ന് വരുത്തണമെങ്കിൽ നിവിന്റെ അത്രയും നാച്ചുറൽ ആയിട്ടുള്ള ചില സാധനങ്ങളുണ്ട്. അതിപ്പോൾ നിങ്ങൾ പ്രേമത്തിലായാലും ശരി, ലവ് ആക്ഷൻ ഡ്രാമയിലായാലും ശരി, നിങ്ങൾക്കറിയാം അതിൽ തട്ടത്തി പറയത്ത്. അപ്പൊ ഇതിലേക്ക് എത്തുമ്പോൾ ഇവരുടെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു നൈസായിട്ട് പിടിച്ച് ചില മാനറിസങ്ങൾ, ചില കണ്ണോണ്ടുള്ള എക്സ്പ്രഷൻസ്, ചില കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ജനറേഷനിലെ ഹ്യൂമറില് മൂപ്പരെ വെല്ലാൻ ആരും ഇല്ല. അത് ഇനി ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ വരണ്ട. നിവിൻ തകർത്തുണ്ട്. അപ്പോൾ ഈ നിവിന്റെയും ഈ നേരത്തെ പറഞ്ഞ റിയയുടെയും പെർഫോമൻസ്, ഇവരുടെ കോംബോ, ഇവർ ഒരുമിച്ച് ഏത് സീനിൽ വന്നാലും പ്യുവർ എന്റർടൈൻമെന്റ് ആണ്. കാരണം ആ ഫ്രഷ്നെസ് ഉണ്ട് ആ കഥയ്ക്ക്.